ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്ന അടയാണ് കേട്ടോ. അപ്പോൾ അടയ്ക്ക് വേണ്ടിയിട്ട് ആദ്യം ഞാൻ ഇലയൊക്കെ ഒന്ന് വാട്ടിയെടുക്കുകയാണ്. അപ്പോൾ അത് വാട്ടിയെടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്, നമുക്ക് അരിപ്പൊടി കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇലയൊക്കെ വാട്ടിയെടുത്തു. ഇനി അരിപ്പൊടി നമുക്ക് കുഴച്ചെടുക്കാം. അപ്പോൾ അത് സാധാ വറുത്ത പൊടിയാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മൾ ഉപ്പിട്ട് കൊടുത്തിരിക്കണം. അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മളിത് നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ അരിപ്പൊടിയൊക്കെ ഞാൻ കുഴച്ചെടുത്തു. ഇനി ഇതാ ശർക്കര ചതച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് തേങ്ങ കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. ഇനി ഓരോ ഇല എടുത്തിട്ട് നമുക്ക് പരത്തിയെടുക്കാം. അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇപ്പം തന്നെ നമ്മളെ മാവ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഈ ഇലയിൽ ഓരോന്നിൽ പരത്തിയെടുക്കാം. അപ്പോൾ പരത്തിയെടുക്കുമ്പോൾ നമ്മൾ കയ്യിൽ ഇത് ഒട്ടുന്നുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒരു പാത്രത്തിൽ വെച്ച് അതിലൊന്ന് ഇടയ്ക്ക് തൊട്ടിട്ട് നമുക്കിങ്ങനെ പരത്തി കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ പരത്തി കഴിഞ്ഞു. ഇനി അതിലേക്ക് നമുക്ക് ശർക്കരയും തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് ഒരു ഭാഗത്ത് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി, നമുക്ക് മടക്കാനുള്ളതാണല്ലോ. അപ്പോൾ ഇതൊക്കെ വെച്ച് കൊടുത്ത് ഇനി ഇത് നന്നായിട്ടൊന്ന് മടക്കി അമർത്തിയെടുക്കുക. അതിന് ശേഷം നമുക്കിനി ഒരു പാത്രത്തിൽ ഒരു അപ്പച്ചെമ്പിൽ വെള്ളം വെച്ചിട്ടുണ്ട്, അത് ചൂടാവുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഈ അടകൾ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് വെച്ച് കൊടുക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ ഒക്കെ ഒന്നിച്ച് വെക്കരുത്. അപ്പോൾ 2-3 വെച്ചതിന് ശേഷം അതിൻ്റെ ഇടയിൽ ഒരു എന്തെങ്കിലും ഒന്ന് എയർ കയറാൻ വേണ്ടിയിട്ട്, ആവി കയറാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ഇത്. അപ്പോൾ ഞാൻ ഈ വാഴേൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ, അതന്നെ എടുത്തിട്ടാണ് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് അതിൻ്റെ ഇടയിൽ ഇങ്ങനെ അട വെച്ച് കൊടുക്കണം. അപ്പോൾ എന്താ വെച്ചാൽ ഇത് കൂടെ ആവി ഇങ്ങനെ കയറി പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാതും നന്നായിട്ട് വേവും. മറ്റേ ഇങ്ങനെ അടഞ്ഞിരിക്കുന്നത് അങ്ങനെ വേവില്ലല്ലോ. ഇപ്പോൾ ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ഒന്ന് തുറന്നു നോക്കുകയാണ്. അപ്പോൾ ഇതാ നന്നായിട്ട് വെന്തിട്ടുണ്ട് നമ്മൾ അടയൊക്കെ. ഇനി ഇതൊന്ന് എടുക്കാം. അപ്പോൾ അട ഇതാ എടുത്തിട്ടുണ്ട്. ഇനി ചൂടാറിയതിന് ശേഷം നമുക്കതൊന്ന് തുറന്ന് പൊട്ടിച്ച് നോക്കാം. അതാ നമ്മൾ അടയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. പാകത്തിന് മധുരം, അധികം ശർക്കരയൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ പാകത്തിന് മധുരം, അതുപോലെ തന്നെ എന്താ പറയുക, നല്ല തേങ്ങയൊക്കെ ഇട്ട് അടിപൊളി അടയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്കും ഷെയറൊക്കെ ചെയ്യണം കേട്ടോ.